ശത്രു അന്തർവാഹിനികളുടെ പേടി സ്വപ്നമാകുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവൻ എന്ന യുദ്ധക്കപ്പൽ രാജ്യത്തിന്റെ നാവികസേനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കൂടുതൽ ശക്തമാക്കുന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ കൂടി രാജ്യത്തിന് സമർപ്പിക്കാനൊരുങ്ങുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റായ മാൽവൻ ഇന്ത്യൻ നാവികസേനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി തകർക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ തീരദേശ പ്രതിരോധത്തിന് പുതുകരുത്തേകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ മികച്ച മാതൃകകളിലൊന്നായാണ് മാൽവനെ പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. കപ്പലിന്റെ 80% സംവിധാനങ്ങളും ഉപകരണങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. യുദ്ധക്കപ്പൽ രൂപകൽപ്പനയിലും നിർമ്മാണ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ തെളിവ് കൂടിയാണ് ഈ നേട്ടം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച മാൽവൻ ആഴം കുറഞ്ഞ തീരക്കടലുകളിൽ പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ശത്രു അന്തർവാഹിനികൾ തീരപ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു ചേർക്കാൻ ഈ കപ്പലിനാകും. മാൽവന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ആന്റി സബ്മറൈൻ യുദ്ധശേഷിയാണ്. കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ നിരവധി ആധുനിക ആയുധ സംവിധാനങ്ങളാണ് ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കപ്പലിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന RBU 6000 റോക്കറ്റ് ലോഞ്ചർ വെള്ളത്തിനടിയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ളതാണ്. ഇതിനൊപ്പം ഇരുവശങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്ന 324 മില്ലിമീറ്റർ ട്രിപ്പിൾ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ട്യൂബുകൾ ശത്രു അന്തർവാഹിനികളെ കൃത്യമായി ലക്ഷ്യമിടാൻ സഹായിക്കും. ആവശ്യമെങ്കിൽ കടലിൽ മൈനുകൾ വിന്യസിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾ തടയാനുള്ള സംവിധാനവും ഈ കപ്പലിലുണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകളും മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ച ടോർപിഡോ ഡെക്കോയ് ലോഞ്ചിംഗ് സിസ്റ്റവും കപ്പലിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അന്തർവാഹിനി വേട്ടയ്ക്ക് മാത്രമല്ല, ഉപരിതല യുദ്ധങ്ങൾക്കും മാൽവൻ ഒരുപോലെ സജ്ജമാണ്. 30 മില്ലിമീറ്റർ നേവൽ സർഫേസ് ഗണ്ണും 12.7 മില്ലിമീറ്റർ റിമോട്ട് കൺട്രോൾ മെഷീൻ ഗണ്ണുകൾ 2 ഈ കപ്പലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ശത്രു കപ്പലുകൾ, സ്പീഡ് ബോട്ടുകൾ, ഡ്രോണുകൾ തുടങ്ങിയ ഭീഷണികളെ നേരിടാൻ ഈ ആയുധങ്ങൾ സഹായിക്കും. യുദ്ധക്കപ്പലിന്റെ കരുത്ത് ആയുധങ്ങളിൽ മാത്രമല്ല, ശത്രുവിനെ കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയിലുമാണ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച അഭയ് ആക്റ്റീവ് സോണാർ സംവിധാനവും ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ലോ ഫ്രീക്വൻസി വേരിയബിൾ ഡെപ്ത് സോണാർ സംവിധാനവും മാൽവനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെൻസറുകൾ കടലിനടിയിലെ അന്തർവാഹിനികളുടെ സാന്നിധ്യം വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു. കണ്ടെത്തുന്ന വിവരങ്ങൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും DRDOയും ചേർന്ന് വികസിപ്പിച്ച ഇന്റഗ്രേറ്റഡ് ആന്റി സബ്മറൈൻ വാർഫെയർ കോംപ്ലക്സ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയും തുടർന്ന് ആയുധ സംവിധാനങ്ങളുമായി ഏകോപിപ്പിക്കുകയും ചെയ്യും. മാൽവന്റെ ഉപയോഗം യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. തീരത്തുനിന്ന് ഏകദേശം 200 നോട്ടിക്കൽ മൈൽ പരിധിയിൽ പട്രോളിംഗ് നടത്താൻ ഈ കപ്പലിനാകും. ഇതോടൊപ്പം ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി ആക്രമിക്കൽ, നാവിക താവളങ്ങൾക്കും വാണിജ്യ തുറമുഖങ്ങൾക്കും സുരക്ഷ നൽകൽ, കടലിലെ തിരച്ചിൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകൽ, മാരിടൈം പട്രോൾ വിമാനങ്ങളുമായി സംയുക്ത ഓപ്പറേഷനുകൾ നടത്തൽ, തീരദേശ സുരക്ഷാ ദൗത്യങ്ങൾക്ക് പിന്തുണ നൽകൽ എന്നിവയും മാൽവന്റെ പ്രധാന ചുമതലകളായിരിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നാവിക സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീരദേശ സുരക്ഷയും അന്തർവാഹിനി പ്രതിരോധവും ഇന്ത്യക്ക് അതീവ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അത്തരം സാഹചര്യത്തിലാണ് കൊച്ചിയിൽ നിർമ്മിച്ച മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത്. ആധുനിക ആയുധങ്ങളും സെൻസർ സംവിധാനങ്ങളും തദ്ദേശീയ സാങ്കേതിക വിദ്യയും ഒരുമിക്കുന്ന ഈ ഷാലോ വാട്ടർ വാർഫെയർ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ഉയർത്തുമെന്നും രാജ്യത്തിന്റെ സമുദ്രാതിർത്തി സുരക്ഷയ്ക്ക് പുതുകരുത്തേകുമെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.